ഹലോ ഫ്രണ്ട്സ്, തലശ്ശേരി ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഇറച്ചിപ്പത്തിലാണ്. ഇതിനായി ആദ്യം ഇതേപോലുള്ള ഒരു പാത്രം എടുത്ത് ചൂടാക്കുക. പാത്രം ചൂടായതിനു ശേഷം 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. എണ്ണ ചൂടായതിനു ശേഷം മീഡിയം സൈസിൽ അരിഞ്ഞ ഉള്ളി എണ്ണയിലിട്ട് നല്ലവണ്ണം വഴറ്റുക. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി അല്പം അതിൽ ഉപ്പിടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി കാണുന്നതിനോടൊപ്പം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളി നല്ലവണ്ണം വാടിയതിനു ശേഷം അതിൽ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ചത് ചേർക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇത് മൂന്നും ഉള്ളിയുടെ കൂടെ നന്നായി വഴറ്റുക. അതിനുശേഷം ബീഫിനെ കുറച്ച് ഉപ്പുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കുക. തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക. അത് ഇടുക. ബീഫ് ഇട്ടതിന് ശേഷം ഇതിനെ വീണ്ടും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. അതിനോടൊപ്പം ബീഫ് നമ്മൾ വേവിച്ച വെള്ളം ഇതിൻ്റെ കൂടെ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. ഈ മസാല നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം തീ ഓഫ് ചെയ്യുക. അടുത്തതായി ഈ ഫില്ലിംഗ് ചേർക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് ആവശ്യത്തിന് മൈദയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുഴക്കുക. വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. മാവ് നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക. ഉരുളകളാക്കിയതിന് ശേഷം ഓരോ ഉരുള എടുത്ത് നല്ലവണ്ണം മൈദപ്പൊടി വിതറി നല്ലവണ്ണം ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നൈസാക്കി പരത്തിയെടുക്കുക.
നൈസായി പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഫില്ലിംഗ് എടുത്ത് ഓരോരു സ്പൂൺ വീതം 2 ഭാഗത്തായി ഇതിൽ കാണുന്നത് പോലെ ഇടുക. ശേഷം ഇതിനെ മടക്കി നല്ലവണ്ണം കൈകൊണ്ട് എല്ലാ ഭാഗവും നടുവും നല്ലവണ്ണം അമർത്തുക. ഇല്ലെങ്കിൽ നെയ്യിലിട്ടാൽ അത് പൊട്ടിപ്പോകുന്നതാണ്. പിന്നീട് അതിൻ്റെ കട്ടർ ഉപയോഗിച്ച് സൈഡിൽ നിന്നും നടുവിൽ നിന്നും കട്ട് ചെയ്ത് 2ആയി മാറ്റുക. അങ്ങനെ എല്ലാ ഉരുളകളും ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ചീനച്ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ അതിലേക്ക് നല്ലവണ്ണം ഒഴിക്കുക. എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇറച്ചിപ്പത്തിൽ ഓരോന്നോരോന്നായി അതിലേക്ക് ഇടുക. ഇറച്ചിപ്പത്തിൽ നല്ലവണ്ണം കുക്കാകാൻ വേണ്ടി 2 ഭാഗവും മറിച്ചിടുക. ഈ റെസിപ്പി അറിയുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് തലശ്ശേരി ഫ്ലവേഴ്സ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഏകദേശം ബ്രൗൺ നിറമായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇറച്ചിപ്പത്തിൽ റെഡി.